Good morning, students. In the previous class, we were discussing about audit of cooperative society. Today, we are going to looking into arrangement and setup for audit of cooperative society, director of cooperative audit and levy of audit fee. And firstly, arrangement and setup for audit of cooperative society. For the efficient and timely audit of cooperative society, there is a separate set of staff who are not concerned with the administration of the society in the department. The audit of society, other than those under the control of registrar of cooperative society, is also attended by the above audit staff in the cooperative ഡിപ്പാർട്ട്മെൻറ്റ്. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ അല്ലെങ്കിൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഓഡിറ്റ് നടത്താൻ വേണ്ടി അല്ലെങ്കിൽ ടൈംലി ആയിട്ട് ഓഡിറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റിൽ അതിനായിട്ട് കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ് അഡ്മിനിസ്ട്രേഷനുമായി റിലേറ്റഡ് അല്ലാത്ത ഓഡിറ്റ് കണ്ടക്ട് ചെയ്യാൻ വേണ്ടി മാത്രമുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റാഫിനെ എന്ത് ചെയ്യുന്നുണ്ട്, മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ആ ഒരു രജിസ്ട്രാർ ഡയറക്റ്റ് കൺട്രോളിലല്ലാത്ത എല്ലാ കോപ്പറേറ്റീവ് സൊസൈറ്റികളുടെ ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുന്നതും ഈ ഓഡിറ്റ് സ്റ്റാഫ് ആയിരിക്കും. രജിസ്ട്രാറിൽ ഡയറക്റ്റ് കൺട്രോളിൽ വരുന്നത് എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ്സ്, ഫിഷറീസ് ആൻഡ് ഡയറി, ഈ 3 കോപ്പറേറ്റീവ്സ് ആണ് രജിസ്ട്രാറുടെ ഡയറക്റ്റ് കൺട്രോളിൽ വരുന്നത്. അപ്പോൾ ആ ഡയറക്റ്റ് കൺട്രോളിൽ വരുന്നതെല്ലാം രജിസ്ട്രാർ ഓർ പേഴ്സൺ ഓതറൈസ്ഡ് ബൈ ദ രജിസ്ട്രാർ ആണ് ഓഡിറ്റ് കണ്ടക്ട് ചെയ്യേണ്ടത്. ബാക്കി എല്ലാ സൊസൈറ്റികളിലും ഈ ഓഡിറ്റ് സ്റ്റാഫുകളാണ് ഓഡിറ്റ് കണ്ടക്ട് ചെയ്യേണ്ടത്. ദെൻ അതിൻ്റെ ഒരു ഓർഗനൈസേഷണൽ സ്ട്രക്ചറാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് രജിസ്ട്രാർ വരുന്നുണ്ട്. Then below him, additional director of audit at the head office is in the overall control of the audit staff and exercise all powers of the registrar as far as audit concerned. ഓഡിറ്റിൻ്റെ കാര്യം നോക്കുമ്പോൾ ഏറ്റവും മുകളിലുള്ള ആൾ എന്ന് പറയുന്നത് അഡീഷണൽ ഡയറക്ടർ ഓഫ് ഓഡിറ്റ് ആണ്. രജിസ്ട്രാർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഓഡിറ്റുമായി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത് ഈ അഡീഷണൽ ഡയറക്ടറാണ്. അണ്ടർ ഹിം ദർ ആർ ഡെപ്യൂട്ടി ഡയറക്ടർ ഫോർ ഈച്ച് ഡിസ്ട്രിക്റ്റ്. അഡീഷണൽ ഡയറക്ടറുടെ താഴെ ഡെപ്യൂട്ടി ഡയറക്ടർ ഫോർ ഓഡിറ്റിൻ്റെ ഫോർ ഈച്ച് ഡിസ്ട്രിക്റ്റ്. അണ്ടർ ഡെപ്യൂട്ടി ഡയറക്ടർ there are assistant directors, one for each താലൂക്ക്. ഡെപ്യൂട്ടി ഡയറക്ടറുടെ അണ്ടറിൽ അസിസ്റ്റൻറ്റ് ഡയറക്ടറുണ്ട്, 1 for each താലൂക്ക് എന്നുള്ള രീതിയിൽ. ദെൻ അണ്ടർ അസിസ്റ്റൻറ്റ് ഡയറക്ടർ ദർ ആർ യൂണിറ്റ് ഓഡിറ്റേഴ്സ് ആൻഡ് കൺകറൻറ്റ് ഓഡിറ്റേഴ്സ്. യൂണിറ്റ് ഓഡിറ്റേഴ്സും കൺകറൻറ്റ് ഓഡിറ്റേഴ്സുമാണ് ഡയറക്റ്റായിട്ട് ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുന്നത്. ഇവരുടെ ഓഡിറ്റിംഗ് സൂപ്പർവൈസ് ചെയ്യുക, ടെസ്റ്റ് ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് അസിസ്റ്റൻറ്റ് ഡയറക്ടേഴ്സിൻ്റെയും ഡെപ്യൂട്ടി ഡയറക്ടേഴ്സിൻ്റെയും അഡീഷണൽ ഡയറക്ടേഴ്സിൻ്റെയൊക്കെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വൺ, Director of Cooperative Audit. As already said in the previous class, the government is shall by notification in the official gazette appointed a person to be the Director of Cooperative Audit with the jurisdiction over the whole of the state. Statewide ജൂറിസ്ഡിക്ഷനോട് കൂടി ഒരു വ്യക്തിയെ ഗവൺമെൻറ് അപ്പോയിൻറ്റ് ചെയ്യുന്നു, കോപ്പറേറ്റീവ് ഓഡിറ്റിൻ്റെ ഡയറക്ടറായിട്ട് അപ്പോയിൻറ്റ് ചെയ്യുന്നു. The qualifications and terms and conditions of the Director of Cooperative Audit shall be fixed by the government. Government ആണ് എന്ത് ചെയ്യേണ്ടത്, അത് പ്രിസ്ക്രൈബ് ചെയ്യേണ്ടത്. The government may by general or special order delegate all or any of the powers of the Director of Cooperative Audit to his subordinate officers. ഗവൺമെൻറ്റിന് ഈ ഒരു ഡയറക്ടറുടെ ഡ്യൂട്ടി അദ്ദേഹത്തിൻ്റെ സബോർഡിനേറ്റിന്, നമ്മൾ പറഞ്ഞു അദ്ദേഹത്തിന് ഒരുപാട് സബോർഡിനേറ്റ് ഉണ്ടായിരിക്കാം എന്ന് പറഞ്ഞു. ആ ഒരു സബോർഡിനേറ്റ്സിന് എന്ത് ചെയ്യാവുന്നതാണ്, ഡെലഗേറ്റ് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ ഓഡിറ്റ് സ്റ്റാഫിന് ഡെലഗേറ്റ് ചെയ്യാവുന്നതാണ്. It shall be the duty of the Director of Cooperative Audit to audit the accounts of every society at least once in each year. എല്ലാ കോപ്പറേറ്റീവ് സൊസൈറ്റികളുടെയും ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുക എന്നുള്ളത്, വർഷത്തിൽ ഒരിക്കൽ ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുക എന്നുള്ളത് ഇദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടിയാണ്. Then the government shall prescribe the manner in which audit is to be conducted by the director. ഡയറക്ടർ എങ്ങനെയാണ് ഓഡിറ്റ് കണ്ടക്ട് ചെയ്യേണ്ടത്, അതുമായി റിലേറ്റഡ് റൂൾസ് ഒക്കെ എന്ത് ചെയ്യുന്നത് ഉണ്ടാക്കുന്നത് ഗവൺമെൻറ് ആണ്. വിത്ത് notwithstanding anything contained in any other law for time being in force, the audit certificate issued by the Director of Cooperative Audit shall be valid for the purpose required to be filed
ബിഫോർ ദി സ്റ്റേറ്റ് ഗവൺമെൻറ് ആൻഡ് നോൺ ഗവൺമെൻറ്റൽ അതോറിറ്റീസ്. ആ ഓരോ സമയങ്ങളിലുള്ള നിയമങ്ങളിൽ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ലെങ്കിൽ ഈ ഒരു ഡയറക്ടർ ഇഷ്യൂ ചെയ്യുന്ന ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് ഏത് പർപ്പസിന് വേണ്ടിയും എന്ത് ചെയ്യാവുന്നതാണ്, യൂസ് ചെയ്യാവുന്നതാണ്. സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് സബ്മിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ നോൺ ഗവൺമെൻറ് അതോറിറ്റീസിന് ഫയൽ ചെയ്യാനോ നമുക്ക് ഈ ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് യൂസ് ചെയ്യാവുന്നതാണ്. ദറ്റ് മീൻസ് അത് വാലിഡ് ആണെന്നാണ് അർത്ഥം. ദെൻ ദ ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് ഷാൽ ബി അണ്ടർ ദി കൺട്രോൾ ഓഫ് രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി. ഈ പറയുന്ന ഡയറക്ടർ എന്ന് പറയുന്നത് ആരുടെ കൺട്രോളിലായിരിക്കും, രജിസ്ട്രാറുടെ കൺട്രോളിലായിരിക്കും. Then next one, rule 64 and 65 ആണ്. Rule 64 and 65 deals with levy of audit fees. As per this rule, every society is to pay to the government an audit fee within 1 month of the receipt of audit certificate. ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് കിട്ടി ഒരു മാസത്തിനുള്ളിൽ എല്ലാ കോപ്പറേറ്റീവ് സൊസൈറ്റിയും ഓഡിറ്റ് ഫീ ഗവൺമെൻറ്റിന് എന്ത് ചെയ്തിരിക്കണം, കൊടുത്തിരിക്കണം. The audit fee is calculated on the basis of working capital of the society on the last day of the cooperative year or on the total sales during the year of the audit, as the case may be, in the following manner. അതായത് ഈ ഒരു ഓഡിറ്റ് ഫീ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒന്നില്ലെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ ബേസിലായിരിക്കും, കോപ്പറേറ്റീവ് ഇയറിൻ്റെ അവസാനമുള്ള വർക്കിംഗ് ക്യാപിറ്റൽ എത്രയാണോ അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും, ഓർ ദ ടോട്ടൽ സെയിൽസ് ഡ്യൂറിങ് ദ ഇയർ ഓഫ് ഓഡിറ്റ്. ഓഡിറ്റ് നടത്തുന്ന ആ ഒരു ഇയറിലെ ടോട്ടൽ സെയിൽസ് എത്രയാണോ അതിൻ്റെ അടിസ്ഥാനത്തിൽ, ഇതിൻ്റെ ഏതിൻ്റെങ്കിലും ഒന്നിൻ്റെ ബേസിലായിരിക്കും ഓഡിറ്റ് ഫീ എന്ത് ചെയ്യുന്നത്, കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി ഓരോ കേസിലും ഇതിൻ്റെ ആ ഒരു ബേസ് മാറ്റമുണ്ട്, അത് നോക്കാം. ഫസ്റ്റ് കേസ്, പ്രൈമറി അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഹൗസിംഗ് സൊസൈറ്റി. പ്രൈമറി അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഹൗസിംഗ് സൊസൈറ്റി അവരുടെ കേസിൽ ഓഡിറ്റ് ഫീ ഈസ് കാൽക്കുലേറ്റഡ് ഓൺ ദി അഗ്രഗേറ്റ് ഓഫ് ലോൺ ഇഷ്യൂഡ് ആൻഡ് റിക്കവേർഡ് ഡ്യൂറിങ് ദ ഇയർ അണ്ടർ ഓഡിറ്റ്. ഈ ഒരു കേസിൽ ആ ഒരു ഓഡിറ്റ് നടന്ന വർഷം എത്ര ലോണാണ് ഇഷ്യൂ ചെയ്തത്, അത് എത്രയാണ് റിക്കവർ ചെയ്തത്, അതിൻ്റെ അഗ്രിഗേറ്റ് വെച്ചുകൊണ്ടാണ് ഓഡിറ്റ് ഫീ എന്ത് ചെയ്യുന്നത്, കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ, സൊസൈറ്റി ഹാവിങ് ക്രെഡിറ്റ് ആൻഡ് നോൺ ക്രെഡിറ്റ് ആക്ടിവിറ്റീസ്. ക്രെഡിറ്റ് ആൻഡ് നോൺ ക്രെഡിറ്റ് ആക്ടിവിറ്റീസ് ഉള്ള കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഓഡിറ്റ് ഫീ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓഡിറ്റ് ഫീ ഈസ് കാൽക്കുലേറ്റഡ് ഓൺ ദ ബേസിസ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ ഓർ സെയിൽസ് പ്രൊസീഡ്സ് വിച്ച് എവർ ഈസ് ഹയർ. രണ്ട് ആക്ടിവിറ്റി ഉണ്ട്, ക്രെഡിറ്റ് ആക്ടിവിറ്റി നോൺ ക്രെഡിറ്റ് ആക്ടിവിറ്റി ഉണ്ടെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ ഓർ സെയിൽസ് പ്രൊസീഡ്സ് വിച്ച് എവർ ഈസ് ഹയർ, ഏതാണോ കൂടുതലുള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഓഡിറ്റ് ഫീ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ദെൻ സൊസൈറ്റീസ് ഡീലിംഗ് ഇൻ ഗുഡ്സ്, ഗുഡ്സുമായി ഡീൽ ചെയ്യുന്ന കോപ്പറേറ്റീവ് സൊസൈറ്റി ആണെങ്കിൽ ഫീ ഈസ് കാൽക്കുലേറ്റഡ് ഓൺ സെയിൽ ഓഫ് ഗുഡ്സ് ബോത്ത് ക്യാഷ് ആൻഡ് ക്രെഡിറ്റ് സെയിൽസ്. എത്രയാണോ ടോട്ടൽ സെയിൽസ് അത് രണ്ടും കൺസിഡർ ചെയ്യുന്നു, ക്യാഷ് സെയിൽസും ക്രെഡിറ്റ് സെയിൽസും കാൽക്കുലേറ്റ് ചെയ്യുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഓഡിറ്റ് ഫീ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ദെൻ കയർ കോപ്പറേറ്റീവ് സൊസൈറ്റി ഓഡിറ്റ് ഫീ ഈസ് കാൽക്കുലേറ്റഡ് ഓൺ ദ പ്രൊസീഡ്സ് ഓഫ് കയർ സോൾഡ് ഓൺലി ക്യാഷ് സെയിൽസ്. നേരത്തെ നമ്മൾ പറഞ്ഞു ഗുഡ്സുമായി ഡീൽ ചെയ്യുന്ന കോപ്പറേറ്റീവ് സൊസൈറ്റി ആണെങ്കിൽ അവരുടെ ടോട്ടൽ സെയിൽസ് ആണെന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ ക്യാഷ് സെയിൽസും ക്രെഡിറ്റ് സെയിൽസ് എടുക്കുന്നു. പക്ഷേ കയർ കോപ്പറേറ്റീവ് സൊസൈറ്റി ആണെങ്കിൽ അവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഏത് മാത്രമായിരിക്കും, ക്യാഷ് സെയിൽസ് മാത്രമായിരിക്കും. ആ ക്യാഷ് സെയിൽസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഓഡിറ്റ് ഫീ എന്ത് ചെയ്യുന്നത്, കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ദെൻ ട്രാൻസ്പോർട്ട് സൊസൈറ്റി ഓഡിറ്റ് ഫീ ഈസ് കാൽക്കുലേറ്റഡ് ഓൺ ചാർജസ് കളക്റ്റഡ്. എത്രയാണോ ഓരോ ട്രാൻസ്പോർട്ടും കളക്ട് ചെയ്തിരിക്കുന്ന ചാർജ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ട്രാൻസ്പോർട്ട് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഓഡിറ്റ് ഫീ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതർ സൊസൈറ്റീസ് ഓഡിറ്റ് ഫീ ഈസ് കാൽക്കുലേറ്റഡ് ഓൺ ഗ്രോസ് ഇൻകം. ഈ പറഞ്ഞ സൊസൈറ്റി അല്ലാത്ത മറ്റുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഓഡിറ്റ് ഫീ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഗ്രോസ് ഇൻകത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. ഇനി എങ്ങനെയാണ് ഓഡിറ്റ് ഫീ കാൽക്കുലേറ്റ് ചെയ്യുന്നത് നോക്കാം. ഓഡിറ്റ് ഫീ ഈസ് കാൽക്കുലേറ്റഡ് അറ്റ് ദ റേറ്റ് ഓഫ് 50 പൈസ ഫോർ എവറി 100 റുപ്പീസ്. ഓരോ 100 റുപ്പീസിനും 50 പൈസ എന്നുള്ള രീതിയിലാണ് ഓഡിറ്റ് ഫീ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. മാക്സിമം എമൗണ്ട് ഓഫ് ഓഡിറ്റ് ഫീ ഷാൽ നോട്ട് എക്സീഡ് ₹1000. മാക്സിമം ഓഡിറ്റ് ഫീ എന്ന് പറയുന്നത് എത്രയാണ്, 10,000 ആണ്. അപ്പോൾ അത്രയാണ് ഓഡിറ്റ് ഫീ ലെവി ചെയ്യുന്നതിനെ കുറിച്ച് പറയുന്നത്. ദെൻ ഈ ഒരു ഓഡിറ്റ് ഫീയിൽ സർട്ടൈൻ എക്സംഷൻ ഉണ്ട്. ഒരു എക്സംഷൻ ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. There are certain cooperative societies are exempted from the payment of audit fee. They are all cooperative societies of which all or majority of the members are Harijans or Girijans.
കൂടുതൽ മെമ്പേഴ്സും ഹരിജൻസോ ഗിരിജൻസോ ആയ കോപ്പറേറ്റീവ് സൊസൈറ്റി ഓഡിറ്റ് ഫീ കൊടുക്കേണ്ട കാര്യമില്ല. ദെൻ ഓൾ ഫാമിംഗ് സൊസൈറ്റി ഓഡിറ്റ് ഫീ കൊടുക്കേണ്ട. എനി സൊസൈറ്റി ഓർ ഗ്രൂപ്പ് ഓഫ് സൊസൈറ്റി ഹൂസ് അക്കൗണ്ട്സ് ആർ ഓഡിറ്റഡ് അറ്റ് ഇറ്റ്സ് ഓൺ കോസ്റ്റ്. ഏതെങ്കിലും കോപ്പറേറ്റീവ് സൊസൈറ്റി അവരുടെ സ്വന്തം കോസ്റ്റിലാണ് ഓഡിറ്റ് നടത്തുന്നതെങ്കിലും അവർ ഓഡിറ്റ് ഫീ കൊടുക്കേണ്ട കാര്യമില്ല. ഓൾ സോഷ്യൽ വെൽഫെയർ സൊസൈറ്റി, എല്ലാ സോഷ്യൽ വെൽഫെയർ സൊസൈറ്റിയെയും ഓഡിറ്റ് ഫീയിൽ നിന്നും എക്സംപ്റ്റ് ചെയ്തിട്ടുണ്ട്. Then the following societies are given exemption for certain period from the levy of audit fees. അപ്പോൾ ഈ പറഞ്ഞ 4 മുഴുവനായിട്ട് ഓഡിറ്റ് ഫീയിൽ നിന്നും എക്സംപ്റ്റ് ചെയ്തിരിക്കുന്നു. ഇനി ചില സൊസൈറ്റിയെ സർട്ടൈൻ പീരിയഡിലേക്ക് മാത്രം ഓഡിറ്റ് ഫീയിൽ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, എക്സംപ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. എനി സൊസൈറ്റി ഫോർ ഇറ്റ്സ് ഫസ്റ്റ് ഇയർ ഓഫ് ഓഡിറ്റ്, ഏതൊരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെയും ഫസ്റ്റ് ഇയർ ഓഡിറ്റിന് ആ സൊസൈറ്റി ഓഡിറ്റ് ഫീ കൊടുക്കേണ്ട ആവശ്യമില്ല. സെക്കൻഡ് വൺ, വീവേഴ്സ് സൊസൈറ്റി, കയർ സൊസൈറ്റി, ഫിഷർമാൻ സൊസൈറ്റി ഫോർ 6 years. വീവേഴ്സ് സൊസൈറ്റി, കയർ സൊസൈറ്റി, ഫിഷർമാൻ സൊസൈറ്റി അവർ ആദ്യത്തെ 6 വർഷം ഫോർ ദി ഫസ്റ്റ് 6 years എന്ത് കൊടുക്കേണ്ട കാര്യമില്ല, ഓഡിറ്റ് ഫീ കൊടുക്കേണ്ട ആവശ്യമില്ല. ദെൻ എവരി ക്രെഡിറ്റ് സൊസൈറ്റി ഹൂസ് വർക്കിംഗ് ക്യാപിറ്റൽ ഡസ് നോട്ട് എക്സീഡ് ₹2,000 ആൻഡ് എനി അതർ സൊസൈറ്റി ഹൂസ് സെയിൽസ് ഓർ ഗ്രോസ് ഇൻകം ഡസ് നോട്ട് എക്സീഡ് 10,000. അതേപോലെ തന്നെ 2,000 വർക്കിംഗ് ക്യാപിറ്റൽ 2,000 കൂടാത്ത, ഗ്രോസ് ഇൻകം 10,000 കൂടാത്ത ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയും എന്ത് കൊടുക്കണ്ട, ഈ പറയുന്ന ഓഡിറ്റ് ഫീ കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അങ്ങനെയൊക്കെ സർട്ടൈൻ എക്സംഷൻ ഉണ്ട്. അപ്പോൾ ഈ എക്സംഷൻ ഒഴികെ ബാക്കി എല്ലാ കോപ്പറേറ്റീവ് സൊസൈറ്റിയും ഓഡിറ്റ് ഫീ ഗവൺമെൻറ്റിന് കൊടുക്കേണ്ടത് ഉണ്ട്. ഓക്കെ, താങ്ക് യു.